മൂവാറ്റുപുഴ തൃക്കളത്തൂരിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അവിടെ 2 പേർക്ക് മരണം സംഭവിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. കർണാടക സ്വദേശികളായ മുത്തുരാജു, ശരവണൻ എന്നിവരാണ് മരിച്ചത്. മുത്തുരാജുവിൻ്റെ പ്രായം 29 വയസ്സും ശരവണൻ്റെ പ്രായം 24 വയസ്സുമാണ്. അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഇരുവരും മരണപ്പെട്ടു എന്ന കാര്യമാണ് നമ്മുടെ പ്രതിനിധി ലാൽകൃഷ്ണൻ അറിയിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ സംഭവം നടന്നത്. ലാൽകൃഷ്ണൻ തത്സമയം ടെലിഫോണിൽ ചേരുന്നു. ലാൽകൃഷ്ണൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ അപകടം എങ്ങനെ ഉണ്ടായെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം പുലർച്ചെ നാട്ടുകാർ വഴി പാസ് ചെയ്യുന്ന സമയത്താണ് അപകടത്തിൽപ്പെട്ട് 2 പേര് ഇവിടെ പരിക്കേറ്റ് കിടക്കുന്നതായിട്ട് കണ്ടത്. അവർക്ക് ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ആദ്യഘട്ടത്തിൽ പറയുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ഇവരെ മരണം സ്ഥിരീകരിക്കുന്നത്. ആ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരമാണ് ആ അപകടം എന്നുള്ളത്. ഇരുവരും സ്കൂട്ടറിലാണ് സഞ്ചരിച്ചത്. പേഴക്കാപ്പള്ളി ഭാഗത്ത് നിന്ന്, അതായത് പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ അപകടം ഉണ്ടായത്. തൃക്കളത്തൂർ പള്ളിപ്പടിക്ക് സമീപം പേഴക്കാപ്പള്ളിയിലെ JCB ഓപ്പറേഷൻ എക്സ്കവേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുവരും അവിടെ എത്തിയിരുന്നത്. കുറച്ച് നാളായിട്ട് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷെ ഇവർ സഞ്ചരിച്ച ഇരുചക്ര വാഹനം ഒരു ആക്റ്റീവയാണ്. ആ ആക്റ്റീവയിൽ ഇവർ സഞ്ചരിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ അപകടം പറ്റിയ സമയത്ത് തൊട്ടടുത്തെങ്കിലും ഹെൽമെറ്റോ മറ്റു കാര്യങ്ങളോ കാണാൻ കഴിഞ്ഞിരുന്നില്ല. 2 പേർക്കും 30 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുള്ളത്. ഏതെങ്കിലും വാഹനത്തിൽ ഇടിച്ചതാണോ അതോ ഇവരെ വാഹനം തെന്നി വീണതാണോ എന്നുള്ളതായിരുന്നു സംശയം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇടിച്ചതാകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം അവരെ പരിക്ക് അത്രത്തോളം ഉണ്ട്, ആ രീതിയിലാണ് എന്ന രീതിയിലാണ്. CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് അക്കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ MC റോഡ് എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്നടക്കം മുംബൈ ഭാഗത്തേക്ക് പോകുന്ന വലിയ ദൂരങ്ങളിലേക്ക് പോകുന്ന വലിയ കണ്ടെയ്നർ ലോറികൾ, തടി കൊണ്ടുപോകുന്ന ലോറികൾ, അതോടൊപ്പം ആ പ്രദേശത്തുള്ള ഈ പ്ലൈവുഡ് കമ്പനികൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകുന്ന ലോറികളൊക്കെ രാത്രി ഒരുപാട് പോകുന്നതാണ്. അതുമാത്രമല്ല, ഈ മത്സ്യങ്ങളുമായിട്ട് പോകുന്ന വാഹനങ്ങളും നിരവധി ആ സമയത്തുണ്ട്. അതെല്ലാം നല്ല വേഗത്തിൽ പോകുന്ന സമയം കൂടിയാണ് പുലർച്ചെ എന്ന് പറയുന്നത്. കാരണം റൂട്ടിൽ വലിയ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ഇവർ സഞ്ചരിച്ച സമയത്ത് ഏതെങ്കിലും വാഹനത്തിൽ തട്ടിയതായിരിക്കാം എന്നുള്ളതാണ് നിലവിലുള്ള നിഗമനം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മൃതദേഹം നിലവിൽ ജനറൽ ആശുപത്രിയിലേക്ക്, മൂവാറ്റുപുഴയിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.